ചില കാലം മുൻപ് മലയാള മനോരമയുടെ ചുമതലയിൽ അതിബൃഹത്തായ ഒരു അക്ഷരോത്സവം നടന്നു. മനോരമ ഹോർത്തൂസ് എന്നായിരുന്നു ആ സാംസ്കാരിക ഉത്സവത്തിൻ്റെ ശീർഷകം. കുറേ നാളുകൾ എങ്ങും ഹോർത്തൂസ് മയമായിരുന്നു. എന്നാൽ ഈ ഹോർത്തൂസ് എന്നാൽ എന്താണെന്ന് എത്ര പേർ മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന് ഞാൻ സംശയിക്കുന്നു. മനസ്സിലാക്കിയവർ തന്നെ ഒരുപക്ഷെ ഹോർത്തൂസിനൊരു ക്രൈസ്തവ പങ്കാളിത്തമുണ്ട് എന്ന് ഗ്രഹിച്ചിട്ടുണ്ടോ എന്നറിയില്ല. മനോരമയുടെ താളുകളിൽ മറഞ്ഞിരിക്കുന്ന ഹോർത്തൂസ് എന്ന ഈ അജ്ഞാതനെ വെളിപ്പെടുത്താനാണ് ഈ ഉദ്യമം. കേരളത്തിലെ സസ്യ സമ്പത്തിനെക്കുറിച്ച് ആദ്യമായി എഴുതപ്പെട്ട 12 വാല്യങ്ങളുള്ള ഒരു ഗ്രന്ഥ സമുച്ചയമാണ് ഹോർത്തൂസ് മലബാറിക്കോസ്. ലാറ്റിൻ ഭാഷയിലാണ് ഇത് എഴുതപ്പെട്ടത്. 17-ാം നൂറ്റാണ്ടിൻ്റെ ഉത്തരാർദ്ധത്തിൽ കൊച്ചിയിൽ ഡച്ച് ഗവർണറായിരുന്ന ഹെൻറിക് ആഡ്രിയാൻ വാൻ റീഡ് എന്ന സസ്യശാസ്ത്രജ്ഞനാണ് ഈ പരമ്പര ക്രോഡീകരിച്ച് പ്രസിദ്ധീകരിച്ചത്. 1678-ൽ 1-ാം വാല്യവും 1693-ൽ 12-ാം വാല്യവും നെതർലാൻഡിലെ ആംസ്റ്റർഡാമിൽ നിന്നും പ്രസിദ്ധീകരിച്ചു. 1614 പേജുള്ള ഈ പരമ്പരയിൽ 744 സസ്യങ്ങളെ പറ്റിയുള്ള വിവരണവും അവയുടെ 793 ചിത്രങ്ങളും ചേർത്തിട്ടുണ്ട്. കേരളത്തിലെ സസ്യസമ്പത്തിനെക്കുറിച്ച് രചിക്കപ്പെട്ട ആദ്യത്തെ ഈ ഗ്രന്ഥ പരമ്പര സസ്യശാസ്ത്ര വൃത്തങ്ങളിൽ ഇന്നും ഒരു മാഗ്നം ഓപ്പസായി നിലകൊള്ളുകയാണ്. ഈ ഗ്രന്ഥ പരമ്പരയിൽ സസ്യങ്ങളുടെ പേര് പരാമർശിച്ചിട്ടുള്ള ഇടങ്ങളിലെല്ലാം മലയാള ഭാഷയിലും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ മലയാള അക്ഷരങ്ങളിൽ ആദ്യമായി അച്ചടി മഷി പുരണ്ടത് ഈ പരമ്പരയ്ക്കായിരുന്നു എന്നതാണ് ഇതിനെ നമുക്ക് സവിശേഷമാക്കി തീർക്കുന്നത്. എന്നാൽ ഓരോ അക്ഷരത്തിനും പ്രത്യേകമായുള്ള അച്ചുകൾ ഉപയോഗിച്ചല്ല, പകരം ബ്ലോക്കുകളായി വാർത്തെടുത്താണ് ഇത് അച്ചടിച്ചത്. ഹോർത്തൂസിൻ്റെ ആദ്യ വാല്യം ഇറങ്ങിക്കഴിഞ്ഞ് 133 വർഷങ്ങൾക്ക് ശേഷമാണ് ഒരു മലയാള ഗ്രന്ഥത്തിൻ്റെ മുദ്രണം സംഭവിച്ചത്. ക്ലോഡിയസ് ബുക്കാനൻ 1811-ൽ ബോംബെയിലെ കൂറിയർ പ്രസ്സിൽ അച്ചടിപ്പിച്ച റംബാൻ ബൈബിളായിരുന്നു അത്. ഇന്ന് അവശേഷിക്കുന്ന കേവലം 3 കോപ്പികൾ എൻ്റെ സ്വകാര്യ ശേഖരത്തിലുണ്ട്. ഹോർത്തൂസ് എന്ന വാക്കിന് ലത്തീനിൽ അർത്ഥം പൂന്തോട്ടം അഥവാ ഉദ്യാനം എന്നും മലബാറിക്കൂസ് എന്നതിന് മലബാറിൻ്റെ എന്നുമാണ് അർത്ഥം. മലബാറിൻ്റെ ഉദ്യാനം എന്നാണ് ഗ്രന്ഥനാമത്തിൻ്റെ പൊതുവെയുള്ള അർത്ഥമായി നമുക്ക് പരിഗണിക്കാൻ കഴിയുന്നത്. വാൻ റീഡ് തൻ്റെ സ്വന്തം ചിലവിൽ 100 കണക്കിന് വിദേശീയരെയും അത്ര തന്നെ ഇന്ത്യക്കാരെയും ചേർത്ത് നടത്തിയ ഒരു ബൃഹത് സംരംഭമായിരുന്നു ഈ ഗ്രന്ഥപരമ്പര. അവരിൽ പ്രമുഖൻ ഇറ്റലിയിലെ നേപ്പിൾസ് സ്വദേശിയായ ഫാദർ മത്തയൂസ് ആയിരുന്നു. ഇന്ത്യയടക്കം ഒട്ടേറെ രാജ്യങ്ങളിൽ മിഷണറി പ്രവർത്തനങ്ങൾക്ക് പോയ ഫാദർ മത്തയൂസ് ഒരു ബഹുഭാഷ പ്രവീണനായിരുന്നു. തർജ്ജമയിൽ വലിയ പങ്ക് അദ്ദേഹം വഹിച്ചു. ക്രിസ്തീയ പ്രവർത്തനങ്ങളോടൊപ്പം താൻ പ്രവർത്തിച്ച മിക്ക പ്രദേശങ്ങളിലെയും ഔഷധ സസ്യങ്ങളെ പറ്റിയുള്ള കുറിപ്പുകൾ അദ്ദേഹം തയ്യാറാക്കുകയും ഒരു ഗ്രന്ഥം രചിക്കുകയും ചെയ്തു. വിരിദാരിയും ഓറിയന്താലെ എന്നായിരുന്നു ആ ഗ്രന്ഥത്തിൻ്റെ പേര്. 1656 മുതൽ അങ്കമാലിയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രവർത്തന കേന്ദ്രം. ഡച്ച് ഭരണകാലത്ത് വാരാപ്പുഴയിലും. ഗ്രന്ഥ നിർമ്മിതിയിൽ നൽകിയ പിന്തുണയ്ക്ക് കൃതജ്ഞതാ സമർപ്പണമായി ചാത്തിയത്ത്, വാരാപ്പുഴ എന്നീ സ്ഥലങ്ങളിൽ 2 ദേവാലയങ്ങൾ നിർമ്മിക്കുവാൻ ഡച്ച് അധികാരികൾ മാത്തയൂസ് പാതിരിക്ക് അനുമതി നൽകിയതായി രേഖയുണ്ട്. ഈ സാഹസത്തിൽ വാൻ റീഡിനെ സഹായിക്കാൻ നിരവധി വൈദ്യന്മാരും സസ്യശാസ്ത്ര വൈദ്യശാസ്ത്ര മേഖലകളിലെ അധ്യാപകരും സസ്യ പഠിതാക്കളും ഉണ്ടായിരുന്നു എന്നതാണ് വസ്തുത. അർണോൾഡ് സെയിൻ, തിയഡോർ ജാൻസൺ, പാൾ ഹെർമൻ, യോവാൻ മുനിക്സ്, യോവാൻ കൊമലിനുസ് എന്നിവർ അവരിൽ ചിലർ മാത്രമാണ്. ആദ്യമായി മലയാള ലിപി അച്ചടിക്കപ്പെട്ട ഹോർത്തൂസ് മലബാറിക്കൂസിൻ്റെ പിന്നിൽ മുഖ്യമായും ഉണ്ടായിരുന്നത് ക്രൈസ്തവ ദർശനം പേർന്നവരായിരുന്നു എന്നത് ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. ഈ പറഞ്ഞവരെ കൂടാതെ തദ്ദേശീയ പണ്ഡിതരായ രംഗ ഭട്ട്, വിനായക പണ്ഡിറ്റ്, അപ്പു ഭട്ട് എന്നീ ഗൗഡ സാരസ്വത ബ്രാഹ്മണരും ചേർത്തലയിലെ കടക്കരപ്പള്ളിയിൽ നിന്നുള്ള കൊല്ലാട്ട് ഇട്ടി അച്യുതൻ എന്ന വൈദ്യനും വാൻ റീഡിന് മാർഗനിർദ്ദേശികളായിരുന്നു. ഹോർത്തൂസിലെ ചിത്രങ്ങൾ വരച്ചിട്ടുള്ളവരിൽ പ്രമുഖൻ കൊച്ചിക്കോട്ടയിലെ കാവൽ സൈന്യത്തിൽ അംഗമായിരുന്ന ആൻ്റണി ജേക്കബ്സ് ഗെറ്റ്കിൻസ് എന്ന വ്യക്തിയായിരുന്നു. സെലിസ് സപ്ലിമെൻ്റർ ആയിരുന്നു രണ്ടാമത്തെ ചിത്രകാരൻ. ആദ്യ ചിത്രകാരൻ നിരവധി ദേവാലയങ്ങളിൽ ചിത്രപ്പണിയും കൊത്തുപണിയുമൊക്കെ ചെയ്ത് ക്രൈസ്തവ ലോകത്ത് ശ്രദ്ധ പിടിച്ചുപറ്റിയ ഒരാളായിരുന്നു. ലാറ്റിനിലുള്ള ഹോർത്തൂസ് മലബാറിക്കസ് എന്ന 3 നൂറ്റാണ്ടിന് ശേഷം കാലിക്കറ്റ് സർവകലാശാലയിലെ ബോട്ടണി വിഭാഗം മേധാവിയും ഗവേഷകനുമായിരുന്ന KS മണിലാൽ
ഇംഗ്ലീഷിലേക്കും തുടർന്ന് മലയാളത്തിലേക്കും പരിഭാഷ ചെയ്യുകയുണ്ടായി. ഡച്ച് സൈനിക താവളം ഇന്ത്യയിലാണോ സിലോണിലാണോ സ്ഥാപിക്കേണ്ടത് എന്ന ഡച്ച് ഗവൺമെൻറ്റിൻ്റെ തർക്കത്തിന് വിരാമം കുറിക്കാൻ കൂടിയാണ് ഇങ്ങനെയൊരു ഗ്രന്ഥം രചിക്കപ്പെട്ടത് എന്ന് ഒരു ഭാഷ്യമുണ്ട്. സിലോണിനേക്കാൾ ഔഷധ സസ്യ സമ്പത്തിൽ മലബാറാണ് മുൻപിൽ നിൽക്കുന്നത്. അതുകൊണ്ട് ഇവിടെ സൈനിക താവളം സ്ഥാപിച്ചാൽ പല നിലയിൽ ഡച്ച് സർക്കാരിന് അത് പ്രയോജനകരമാകും എന്നൊക്കെ സ്ഥാപിക്കാനായിരുന്നു വാൻ റീഡിൻ്റെ ശ്രമം. ക്രിസ്തീയ ആശയങ്ങൾ പ്രചരിപ്പിക്കുവാൻ യൂറോപ്പിൽ നിന്നും ജർമ്മനിയിൽ നിന്നും വിവിധ രാഷ്ട്രങ്ങളിലെത്തിയ ക്രിസ്തീയ പ്രവർത്തകർ അതാത് ദേശങ്ങളിലെ സാമൂഹിക, സാംസ്കാരിക, സാഹിത്യ മേഖലകളിൽ വളരെ ക്രിയാത്മകമായി ഇടപെടുകയും നിർണായകമായ പങ്ക് നിർവഹിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. മലയാള ഭാഷയുടെ വളർച്ചയും വികാസവും പരിഗണിക്കുമ്പോൾ ഒന്നാം സ്ഥാനത്ത് കുടിയിരുത്തേണ്ട ഒട്ടേറെ ബൈബിൾ പ്രവർത്തകരും ബൈബിൾ ഗ്രന്ഥങ്ങളുമുണ്ട്. അവയെപ്പറ്റി വിശദമായി മറ്റൊരു എപ്പിസോഡിൽ നമുക്ക് ചിന്തിക്കാവുന്നതാണ്.